രാവിലെ തന്നെ എന്നിട്ട് പരിപാടി എന്നിട്ട് ഉണ്ടാക്കണം ചെയ്യും. ബീറ്റ്റൂട്ട്. പിന്നെ വേറെന്താ കറിയുള്ളതെന്ന്? കറി വേറെ പച്ചടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പണിയൊക്കെ കഴിഞ്ഞേ? പണി കഴിഞ്ഞിട്ടില്ല, ഇനിയും ചെയ്യാനുണ്ട്. വേറെന്തൊട്ട് ഇനി ചെയ്യാനുണ്ട? മീൻ വറക്കാൻ പറ്റി വെച്ചിട്ടുണ്ട്. ഇതെന്ത് മീനാ? ഇത് കണ്ണാത്തിയ അങ്ങനത്തെ എന്തോ മീനാണ്. അപ്പോഴേ ഞാൻ വന്നെന്താന്ന് വെച്ചാലേ ഒരു വീഡിയോ എടുത്താലാ? എന്ത് വീഡിയോ? നമുക്കൊരു പൊതിച്ചോറ് ഉണ്ടാക്കിയാലാ? അന്ന് ഉണ്ടാക്കാം നമുക്ക്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. എന്താണ് വീഡിയോ? പൊതിച്ചോറ്. പൊതിച്ചോറ്. അപ്പം അമ്മച്ചി ഇവിടെ രാവിലെ തന്നെ കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ കറി കൂടി ഒപ്പിക്കാനാണെങ്കിൽ പൊതിച്ചോറിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാമെന്ന് വെച്ച്. എന്തൊക്കെ കറിയാണ് അമ്മച്ചി വിചാരിച്ചേക്കുന്നത്? കറി ഇവിടെ ഇപ്പോൾ ഉള്ള കറികളൊക്കെ കൊണ്ട് ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നു. പൊതിച്ചോറിൽ എന്തായിരിക്കും സ്പെഷ്യൽ ആയിട്ടുള്ള കറി വരുന്നത്? ചമ്മന്തി, മീൻ വറുത്തത്, പിന്നെ എന്തെങ്കിലും ഒരു മെഴുക്ക് വരട്ടിയ, മുട്ട വറുത്തത്. എന്നാൽ നമുക്ക് പൊതിച്ചോറ് ഉണ്ടാക്കിയാലോ? പുറത്ത് നല്ല മഴയാണ്, അത് കാരണം നമുക്കിപ്പോ വാഴല വെട്ടാൻ പോകാൻ പറ്റണില്ല. മഴ ഒന്ന് കുറഞ്ഞിട്ട് വേണം നമുക്ക് വാഴല വെട്ടിയിട്ട് പൊതിച്ചോറിനുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് കറിയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് പൊതിച്ചോറിനുള്ള പരിപാടിയിലേക്ക് കിടക്കാം. ഈ നല്ല മഴയുണ്ടോ? മഴ പെയ്ത് ആകെ കുളമായിട്ട് കിടക്കണേണ്. അപ്പോൾ അതേ അമ്മ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ അതേ നന്നാക്കിക്കൊണ്ടിരിക്കണേട്ടാ. കുഞ്ഞാവ് അവിടെ കിടന്ന് ഉറങ്ങണ്ടട്ടാ. ഒരു ഗ്യാപ്പിലാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കണത്. അപ്പോൾ അതേ നമ്മൾ ഒരു വാഴല വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ച് പൊതിച്ചോറ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ വാഴല വെട്ടാനായിട്ട് പോണേട്ടാ. മഴ ഇച്ചിരി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് വാഴല വെട്ടാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ്. നിങ്ങൾ ഇതുവരെ വീടിൻ്റെ ബാക്ക് സൈഡൊന്നും കണ്ടിട്ടില്ല. അത് വേറൊരു ദിവസം നിങ്ങളെ കാര്യമായിട്ട് കാണിച്ചു തരാം. മഴ കാരണം എത്രത്തോളം എൻ്റെ സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 3-4 വാഴ ഉണ്ട്, ആ സൈഡിലൊക്കെ ഉണ്ട്, കണ്ടോ? ആ സൈഡിലൊക്കെ ഉണ്ട്. അപ്പം നമുക്കൊക്കെ മൊത്തം കീറിയിരിക്കുന്ന കാരണം നമ്മളിതേ താഴത്ത് അവിടെ നല്ല വാഴയിലുണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോവാൻ കേട്ടത്. ഇപ്പം ഞാനിവിടെ കിടന്നാണ് വീണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു പ്രാവശ്യം നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ചേമ്പൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു വാഴല നമുക്ക് വെട്ടിയെടുക്കാം. ആ വാഴല നല്ലതാണെന്ന് തോന്നമ്മേ. അതെടുത്തോ. അപ്പം മഴയുണ്ട് ചെറുതായിട്ട്, അതാണ് കേട്ടോ തോർത്തൊക്കെ തലയിൽ കിട്ടിയേക്കണം. ഇവിടെയൊക്കെ മഴ പെയ്തിട്ട് വെള്ളം കിട്ടി കിടക്കാട്ടോ. കണ്ടോ, മഴ പൊടിയുണ്ട് ചെറുതായിട്ടൊക്കെ. വാഴ കുറേ ഉണ്ടെങ്കിലും വാഴലയൊക്കെ കുറേയൊക്കെ പൊട്ടി കിടക്കാൻ കേട്ടോ. അതേ ഇപ്പം നമുക്ക് കുറച്ച് വാഴലയൊക്കെ പൊട്ടാണ്ട് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. വാഴല വെട്ടിയപ്പോൾ അമ്മ നിലത്ത് കിടന്നാനെ. ദേനമ്മ ഇവിടെ ദേന ഇത് വെട്ടിക്കോ. കീറിപ്പോവല്ലേ, വെട്ടിയെടുത്തോട്ടാ. അതെ കീറിപ്പോവല്ലേ. അപ്പോൾ നമ്മുടെ വാഴലയൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. എന്നാൽ നമുക്ക് വേഗം പോയി പൊതിച്ചോറ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ പിന്നെ കുഞ്ഞാവ് എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നമ്മൾ വാഴലയൊക്കെ എടുത്ത് പോവാം കേട്ടോ. ഞങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് പൊതിച്ചോറ് ഉണ്ടാക്കുമ്പോൾ കാണാം. എടുത്ത വാഴലേനൊക്കെ നമുക്ക് ഇവിടെ പുറത്തുനിന്ന് തന്നെ കഴുകിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകട്ടെ. കാരണം നല്ല പൊടിയൊക്കെ ഉണ്ടാവും. പൊടി ഉണ്ടാവില്ലായിരിക്കും, മഴയൊക്കെ പെയ്യുന്ന കാരണം. എന്നാലും നമുക്ക് നല്ലോണം കഴുകിയിട്ടുണ്ടാവും. വാഴലൊക്കെ വെട്ടി വന്നപ്പോഴേക്കും ഒരാളിവിടെ കരച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പേനെ ഇവിടെ ഇരുത്തിയിട്ടാണല്ലോ നമ്മൾ വാഴലൊക്കെ വെട്ടാൻ പോയത്. കാരണം ഇവനെ ഒറ്റയ്ക്ക് എടുത്തിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പം അത് കാരണം അപ്പേനെ ഇവിടെ ഇരുത്തിയിട്ടാണ് ഞങ്ങൾ പോയത്. അല്ലാണ്ട് നമുക്ക് എടുക്കാനും പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പോഴേക്കും ഇവൻ കരഞ്ഞ്. ഇനി ഇവനെ കുളിപ്പിക്കാനൊക്കെ നോക്കണം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ കുറച്ച് സ്രാഗ് ഉണ്ടായിരുന്നു, ഉണക്ക സ്രാഗാണ് കേട്ടോ. ഇതെല്ലാവർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ പൊതിച്ചോറിൻ്റെ അകത്ത് അതും കൂടി വെക്കാമെന്ന് ഓർത്ത് ബാക്കി പച്ചടിയും പിന്നെ ബീറ്റ്റൂട്ടും വെച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ കറിയാമ്മ വെക്കണത്? സ്രാഗല്ലാണ്ട് മറ്റേ മീൻ വറുത്തതുണ്ട്, ബീറ്റ്റൂട്ട് വറുത്തിയതുണ്ട്, ഒരു ചമ്മന്തി ഉണ്ടാക്കണ്ടേ? ഒരു ചമ്മന്തി ഉണ്ട്. മാങ്ങയുണ്ടോ? മുട്ട വറുത്തതുണ്ട്. മാങ്ങയുണ്ടോ? മാങ്ങയില്ല. എന്ത് ചമ്മന്തി ഉണ്ടാക്കണം? തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാം. ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പൊതിച്ചാറിൻ്റെ അകത്തുള്ള കറികൾ. അപ്പോൾ നമുക്ക് ഓരോ കറിയായിട്ട് റെഡിയാക്കി എടുക്കാം. സ്രാഗിനെ ആദ്യം തന്നെ വെള്ളത്തിലിടണം. അമ്മ അത് ചെയ്യണ നേരം കൊണ്ട് ഞാൻ മീൻ അങ്ങോട്ട് വറക്കാൻ വെക്കാന്ന് വെച്ചു. പൊതിച്ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ
പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ സംഭവം ഉണ്ടാക്കി കഴിക്കുമായിരുന്നു. അമ്മ ഉണ്ടാക്കിയല്ല, അമ്മ എനിക്ക് ഉണ്ടാക്കി തരുമായിരുന്നു. അപ്പോൾ കുറേ നാളായി ഇപ്പം കഴിച്ചിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ മഴയൊക്കെ പെയ്യുന്നുണ്ടപ്പോൾ ഒരു കൊതി പൊതിച്ചോറ് കഴിക്കാൻ. അപ്പോൾ പിന്നെ എന്നാൽ ഇന്ന് തന്നെ പൊതിച്ചോറ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ കുഞ്ഞാവയ്ക്കുള്ള കാരണം നമുക്ക് സമയം കിട്ടുന്നില്ല കേട്ടോ. എനിക്കും അവനെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാരണം, അമ്മയും അവനെ നോക്കണ കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സമയമില്ല. പിന്നെ ഇടയ്ക്ക് അപ്പയൊക്കെ വിട്ടുള്ള സമയത്താണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണത്. നമുക്ക് മീൻ വറക്കാനായിട്ട് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഇത് ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഇട്ട് കൊടുക്കാം. ഈ വേപ്പില ഇടാം എനിക്കും ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് വേപ്പില ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് മീൻ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല രസമാണ്, ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും മീൻ. നമ്മുടെ മീനൊക്കെ നമ്മൾ വറക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് സെറ്റ് ആവട്ടെ. നമുക്ക് ഒരു സൈഡിൽ കൂടെ ബീറ്റ്റൂട്ട് നേരത്തെ വേവിച്ച് വെച്ചാൽ ബീറ്റ്റൂട്ടിനെ ഒന്ന് ഉലത്തിയെടുക്കാം. അപ്പോൾ അത് ബീറ്റ്റൂട്ട് ഉലത്താനായിട്ട് ഇതേ ഉള്ളിയും വേപ്പിലയും ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണതാണ്. അപ്പോൾ ഇത് മുളകൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ബീറ്റ്റൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ബീറ്റ്റൂട്ടും റെഡിയായി. അതേപോലെ തന്നെ നമ്മുടെ മീൻ വറുത്തതും ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കണം, മുട്ട വറുത്തത് ഉണ്ടാക്കണം, സ്രാഗ് വറക്കണം. അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പൊതിച്ചോറ് കിട്ടാൻ. നമ്മുടെ മീനൊക്കെ ഇവിടെ വറുത്ത് കഴുകി എടുത്തിട്ടുണ്ട്. നല്ല മുരുമ്പരാന്ന് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അമ്മച്ചിക്ക് പൊതിച്ചോറ് ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ് പൊതിച്ചോറ്. പൊതിച്ചോറ് എല്ലാവർക്കും ഇഷ്ടമല്ലേ. പണ്ട് ഇതുപോലെ നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കി കഴിക്കുമായിരുന്നു നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ? ഞങ്ങളുടെ ചെറുപ്പത്തിലൊന്നും പൊതിച്ചോറ് ഉണ്ടാക്കി അങ്ങനെ കഴിക്കാറില്ല. എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴൊക്കെ പൊതിഞ്ഞ് കൊണ്ടുപോകാറുണ്ട് വാഴയിലി. അന്ന് ഇത്രയും കറിയൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ? അന്ന് കറിയൊന്നും ഉണ്ടാവില്ല, ഉള്ള കറി വെച്ച് കൊണ്ടുപോകും. അതിനൊരു ടേസ്റ്റ് അല്ലേ? വയല വാട്ടി പൊതിഞ്ഞ് അങ്ങനെ എടുക്കുമ്പോൾ അതിനൊരു ഇഷ്ടമുള്ളല്ലോ എല്ലാവർക്കും അത്. അപ്പോൾ ഇതേ മുട്ട പൊരിക്കാനായിട്ട് മുട്ട പൊട്ടിച്ച് വെക്കണേ. അപ്പോൾ അതേ സ്രാഗ് വറക്കാൻ പോണേ കേട്ടോ. ഉണക്ക സ്രാഗ് നല്ല ടേസ്റ്റാണ്. ഉണക്ക ചെമ്മീനും അതുപോലെ ഉണക്ക സ്രാഗ് ഇതൊക്കെ നല്ല രസമാണ് കഴിക്കാൻ. പക്ഷേ ഇവിടെ ഉണ്ട് ഇഷ്ടം. എൻ്റെ അവിടുത്തെ വീട്ടിൽ അവിടെ ആരും കഴിക്കില്ല ഇങ്ങനെ ഉണക്ക സ്രാഗ് ഐറ്റംസ് ഒന്നും. പക്ഷെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് മുട്ടയും കൂടി വറക്കാനുള്ള പരിപാടി നോക്കാം, അല്ലെങ്കിൽ പിന്നെ സമയം പോവും. അപ്പോൾ നമുക്ക് മുട്ടയും കൂടി വറക്കാം. അത് ഓൾറെഡി അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് ഒഴിച്ച് വറുത്താൽ മാത്രം മതി. മുട്ടയും കൂടി ഒഴിക്കാം. മുട്ട വറുത്തതും അതേ സൈഡിൽ കൂടി തന്നെ നമ്മുടെ സ്രാഗ് വറക്കാനും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഒക്കെ ഒന്ന് റെഡി ആവട്ടെ. മീൻ വറുത്തത് ഓൾറെഡി ഇവിടെ സെറ്റായിട്ട് ഇരിപ്പുണ്ട്. എനിക്ക് എത്രയും പെട്ടെന്ന് പൊതിച്ചോറ് ഞാൻ ഇവിടെ കൊതിയായിട്ട് വരില്ല. അങ്ങോട്ട് ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിൽ തിരിച്ചിടാം. എന്നാൽ നമുക്ക് നമ്മുടെ പൊതിച്ചോറ് പൊതിയാം. ചോറിടാം. ഇനിയിപ്പോൾ കറികൾ. ഇത് പച്ചടിയാണ്. പച്ചടി പച്ചടി ഇത്തിരി എരിണ്ട. ഇത് ബീറ്റ്റൂട്ട്. ഈ കറികളൊക്കെ തന്നെയാണ് എല്ലാവരും പൊതിച്ചോറിന് വെക്കണ? അങ്ങനെയൊന്നുമില്ല, വേറെ വേറെ കറികളും ഉണ്ടാക്കും. മീൻ വറുത്തത്, പിന്നെ കുറച്ച് ഉണക്കമീൻ. ഉണക്ക സ്രാഗ്. ഉണക്ക സ്രാഗാണല്ലോ. ഉണക്ക സ്രാഗ് അത് ഇത്തിരി വെക്കാം. അപ്പോൾ ഈ മുട്ട വെക്കാം. മുട്ട വറുത്തത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ അച്ചാറും ഒന്ന് ഉരുട്ടിയിട്ട് വെച്ചോളാം. ഇത്തിരി ഉരുട്ടിയിട്ട് ചമ്മന്തി. അപ്പം അതായത് നമ്മുടെ പൊതിച്ചോറ് നോക്കിയേ. ഇതാ സ്രാഗ് വറുത്തത്, മീൻ വറുത്തത്, പിന്നെ ബീറ്റ്റൂട്ട് ഒലത്തിയത്, പച്ചടി, മുട്ട വറുത്തത്, ചമ്മന്തി. ഇത്രയും സാധനമാണ് നമ്മൾ കണ്ടിട്ട് തന്നെ കൊതി തന്നെയുണ്ട്. പൊതിച്ചോറിൽ ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. എല്ലാവരും ഇങ്ങനെയാണ് പൊതിച്ചോറ് ഉണ്ടാക്കണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇപ്പം ഞങ്ങൾ ഇവിടെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. എന്നാൽ നമുക്ക് ഇനി ഇതൊക്കെ പൊതിഞ്ഞ് കാണിച്ചു തരാം കേട്ടോ. പൊതിയട്ടെ.
ഇങ്ങനെ പൊട്ടി പോകാണ്ടിരിക്കാനാണ് നമ്മൾ ഇല വാട്ടണത്. ഇത് കുറച്ച് എത്ര നേരം വെക്കണം ശരിക്കും? ഇത് കുറച്ച് സമയം അങ്ങനെ വെച്ചിട്ട് എടുത്ത് കഴിക്കാം. എന്നാലാണ് കുറച്ചധികം സമയം വെച്ചാലാണല്ലോ അതിന്റെ സമയം കൂടുതൽ വെച്ചാൽ നല്ലതാണ്. അധികം സമയം വെക്കാനില്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിട്ട് കഴിക്കണമെങ്കിൽ നല്ലത്. എന്നാലാണ് അതിന്റെ ആ ഒരു ഫ്ലേവർ, വാഴയിലയുടെ ഫ്ലേവർ അതിലേക്ക് ഇറങ്ങുള്ളൂ. അപ്പൊ നമ്മുടെ പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇത് ടേസ്റ്റ് ചെയ്യണം കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ പൊതിച്ചോറ് വെച്ചിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. അരമണിക്കൂറായിട്ടുള്ളൂ, കാരണം കുറച്ച് സമയം പോയായിരുന്നു. അപ്പൊ നമ്മൾ അരമണിക്കൂറാണ് ഈ പൊതിച്ചോറ് വെച്ചത്. അപ്പൊ നമുക്കിനി ഇതൊന്ന് തുറന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടി ഇതിനാണ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത്. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് തുറന്നു. കുറച്ചധികം നേരം വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സമയമില്ലാത്തതാണ് നമ്മൾ അരമണിക്കൂർ വെച്ചോളൂ. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പൊതിച്ചോറ്. മനസ്സിലായിട്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാം നല്ല സൂപ്പറായിട്ട് നമ്മുടെ പൊതിച്ചോറ് വന്നിട്ടുണ്ട്. എല്ലാം കൂടെ നല്ല മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ടേസ്റ്റ് ചെയ്യാം, സൈഡിലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് രണ്ടുപേർക്കും ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കുറച്ച് ചമ്മന്തി, ഒരു പീസ് മുട്ട വറുത്തത്, ഇതെല്ലാം കൂടെ നല്ല മിക്സ് ചെയ്ത് എല്ലാം കൂടി കൂട്ടി കുഴച്ച് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്തേ കേട്ടോ. നല്ല രസമുണ്ട് ചമ്മന്തി. ഇത് എനിക്ക് മാങ്ങ ചമ്മന്തിയാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ ഇതിനകത്ത് മാങ്ങയില്ലാത്ത കാരണം പുളിയൊക്കെ ചേർത്ത് ഉണ്ടാക്കി വെക്കണം, കാരണം നല്ല രസമുണ്ട്. പിന്നെ നല്ല സ്രാഗ് വറുത്തത്, നല്ല രസം, ഉള്ളിയും മുളകൊക്കെ ചതച്ചിട്ട് വറുത്തത്, നല്ല ടേസ്റ്റ് ഉണ്ട്. മീൻ വറുത്തത്. അപ്പം നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉള്ളത് അതൊക്കെ വെച്ചിട്ട് നമുക്കൊരു പൊതിച്ചോറ് ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പൊതിച്ചോറ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കേൾക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ പൊതിച്ചോറ് ഇതുപോലെ ഒന്ന് നിങ്ങളുടെ വീട്ടിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിന് ടേസ്റ്റ് ഞങ്ങൾ പറയണതല്ല, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അപ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ. ബൈ.